മർത്തോമ വിഷൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പരിസ്ഥിതി കമ്മീഷൻ്റെ ഒരു വലിയ സംരംഭമായിരുന്നു ഭൂമി ഗീതങ്ങൾ എന്ന ഒരു പ്രോജക്റ്റ്. പ്രത്യേകിച്ച് നമ്മളിന്ന് നേരിടുന്ന ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം, അത് സൃഷ്ടിക്കുന്ന വലിയ ദുരന്തം, അത് മാനവരാശിയെ മുഴുവൻ ആകമാനമായി ബാധിച്ചുകൊണ്ടായിരിക്കുന്നത്. ആ ഒരു വലിയ പ്രശ്നത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് ആവശ്യമാണ്. സഭയുടെ എക്കോളജിക്കൽ കമ്മീഷൻ പല മാർഗങ്ങളിലൂടെ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള ഒത്തിരി ജ്ഞാനബോധ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടായിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് ഈ ഭൂമി ഗീതങ്ങൾ എന്നുള്ളത്. 8 ഗാനങ്ങളിലൂടെ ആശയ സമ്പുഷ്ടമായ ദൈവശാസ്ത്ര ചിന്തകൾ നിൽക്കുന്ന, അതുപോലെ തന്നെ പാരിസ്ഥിതിക നീതിയെ മുൻനിർത്തിക്കൊണ്ട് രചിക്കപ്പെടുകയും സംഗീതം നൽകുകയും ഗാനം ആലപിക്കുകയും ചെയ്ത ഒരു സമാഹാരമാണ്. അതിൻ്റെ ഒരു പൊതുചർച്ചയ്ക്കായിട്ടും അത് ഉൽപ്പാദിപ്പിക്കുന്ന വിചാര പരിസരത്തെ തിരിച്ചറിയാനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് നമ്മളിവിടെ ഒന്നിച്ച് കൂടിയിരിക്കുന്നത്. ഈ വേദിയിൽ പങ്കുചേരുന്നത് സഭയുടെ എക്കോളജിക്കൽ കമ്മീഷൻ്റെ കൺവീനറായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ BM മാത്യു. അതോടൊപ്പം തന്നെ ഈ ഒരു ഭൂമി ഗീതങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച സന്തോഷ് ജോർജ് ജോസഫ്, എക്കോളജിക്കൽ കമ്മീഷൻ്റെ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്ന ജീന ജേക്കബ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായ രീതിയിൽ ക്രമീകരിക്കാനായിട്ട് വളരെയധികം ഉത്സാഹിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്ത സ്മിത മെറിൻ തോമസ് എന്നിവരാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. ഭൂമിയുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് പരിസ്ഥിതി സൗഹൃദമായ ഒരു ജീവിതം നയിക്കുവാനും പരിസ്ഥിതിയുടെ നീതിക്കും പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനും ഈ ഗാനങ്ങൾ നമ്മെ കൂടുതൽ ഉത്തേജിപ്പിക്കട്ടെ, അതിനിടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കും ചേർന്ന് പാടാം ഈ ഭൂമി ഗീതങ്ങൾ. നമുക്ക് ഈ ഒരു ചർച്ചയിലേക്ക് വരുന്ന സമയത്ത് ഈ ഭൂമി ഗീതങ്ങൾ, അതിൻ്റെ ഒരു ദൈവശാസ്ത്രതലം, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജ്ഞാനബോധ്യങ്ങൾ, അതേതൊക്കെ രീതിയിലാണ് നമ്മുടെ ഒരു കാലാവസ്ഥ പ്രതിരോധത്തിന് സഹായകരമായി തീരുന്നത് എന്നൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് ഈ ഒരു ഭൂമി ഗീതങ്ങളിലേക്ക് എക്കോളജിക്കൽ കമ്മീഷൻ കടക്കാനുണ്ടായ ഒരു കാരണങ്ങൾ എന്താണ്, ആ ഒരാശയം മനസ്സിൽ എന്തുകൊണ്ട് വന്നു, അതേതൊക്കെ രീതിയിലാണത് അതിലൂടെ ആശയങ്ങളെ സംവേദനം ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ BM മാത്യു അച്ഛൻ അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ സംസാരിക്കും. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരിസ്ഥിതി കമ്മീഷൻ സങ്കീർണമായ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മീഷനാണ്. സങ്കീർണമായ കാലഘട്ടം എന്ന് ഞാൻ പറഞ്ഞത്, നാം ഇന്ന് കടന്നു പോകുന്നതായ ഒരു വലിയ പ്രതിസന്ധി, അത് കാലാവസ്ഥ അടിയന്തരാവസ്ഥയുടെ പ്രതിസന്ധിയാണ്. എന്നാൽ ഈ പ്രതിസന്ധി ഇപ്പോഴും നമുക്ക് വേണ്ടവണ്ണം ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് വലിയ ആശങ്കകൾ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അങ്ങനെ പരിസ്ഥിതി കമ്മീഷൻ ആലോചിക്കുമ്പോഴാണ് അത് ഒന്ന് സംവേദനം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം പാട്ടുകളാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഞങ്ങൾ വന്നത്. പാട്ടുകൾ എന്ന് നമ്മൾ പറയുമ്പോൾ പാട്ടുകൾക്ക് എപ്പോഴും ജനമനസ്സുകളിലേക്ക് കടക്കാനുള്ള ഒരു വലിയ കഴിവുണ്ട്. നമ്മളെല്ലാവരും പാട്ടുകൾ പാടുന്നവരാണ്, പാട്ടുകൾ കേൾക്കുന്നവരാണ്.
എന്നാൽ നമ്മൾ പാടുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഗാനങ്ങളിൽ എത്രത്തോളം പരിസ്ഥിതി ദർശനമുണ്ട് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ദൈവം സൃഷ്ടിച്ച ഈ ഭൂമി, അതിലെ ചരാചരങ്ങൾ എത്രത്തോളം നമ്മുടെ പാട്ടുകളുടെ ഭാഗമാണ്? ഒരുപക്ഷെ പരിസ്ഥിതി കമ്മീഷൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഈ ഒരു വലിയ ചിന്ത മനസ്സിലുണ്ടായത്. നമ്മുടെ പാട്ടുകളിൽ ദൈവത്തിൻ്റെ ഈ സൃഷ്ടിയും ആ സൃഷ്ടി ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധിയും ദൈവശാസ്ത്രവും, പ്രത്യേകിച്ച് വേദപുസ്തകം അതിന് നൽകുന്നതായ ദർശനങ്ങൾ, ഇവ ഉണ്ടാവണം എന്ന് ചിന്തിച്ചപ്പോഴാണ് ഭൂമി ഗീതങ്ങൾ ജന്മമെടുത്തത് എന്ന് ഞാൻ പറയും. ആ വലിയ ഒരു ശുശ്രൂഷയിലേക്ക് കടക്കാനായി നമ്മെ പ്രേരിപ്പിച്ചത് അതാണ്. ഈ പ്രതിസന്ധി ലോകത്തോട് പറയണം. ആ പ്രതിസന്ധിയിൽ വേദപുസ്തകം നമുക്ക് തരുന്ന ദർശനം ലോകത്തോട് പറയണം. അത് മാത്രമല്ല, ഒരുപക്ഷെ ഒരു അവസാന ആയുധം എന്ന രീതിയിൽ നമ്മുടെ മുൻപിലുള്ളത് എങ്ങനെ ഈ പ്രകൃതി സൗഹൃദമായി ജീവിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ചിന്തകളാണ് ഒരു ഗാനങ്ങൾ ഉണ്ടാവണം എന്നുള്ള വലിയ ആഗ്രഹത്തിലേക്ക് നമ്മെ എത്തിച്ചത്. അല്ല, ഞാൻ ചോദിച്ച അതിനകത്തൂടെ നമുക്കറിയാം, നമ്മുടെ ഒരു ദൈവശാസ്ത്രം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു ചിന്താധാര ഭയങ്കരമായ ശക്തമാണ്. കാരണം നമ്മുടെ എല്ലാ ചിന്തകളും അതിലേക്കാണ് കേന്ദ്രീകരിക്കും. ഇതെല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്, മനുഷ്യനാണ് പ്രകൃതിയുടെ മകുടം എന്ന ഒരു ജ്ഞാനബോധ്യം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ രൂഢമൂലമായിരിക്കുന്നു. അതിനെ കൗണ്ടർ ചെയ്യാൻ ഈ ഒരു ഗാന രീതി സഹായിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ആന്ത്രപ്പോസീൻ എന്ന് പറയുന്ന ഒരു യുഗത്തിലൂടെയാണ് നമ്മൾ പോയത്. എല്ലാം മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യന് വേണ്ടി ഈ സൃഷ്ടിയെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ ആർത്തിക്കോ, നമ്മുടെ അഹങ്കാരത്തിനോ, നമ്മുടെ ആർഭാടത്തിനോ ഈ പ്രകൃതിയെ ഉപയോഗിക്കാം എന്നതിൽ നിന്നും ഒരു വലിയ മാറ്റമാണ് ഈ പാട്ടുകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ സൃഷ്ടിയിൽ ഒന്നു മാത്രം, ഹ്യൂമൻ ഈസ് വൺ അമംഗ് ദ ക്രിയേഷൻ എന്നുള്ളൊരു വലിയ ദർശനം ഈ പാട്ടുകളിലുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് ഈ സൃഷ്ടികളുടെ എല്ലാം ഭാഗമാണ്. അതിനപ്പുറത്തേക്ക് മനുഷ്യൻ മുകളിലാണ് എന്നുള്ള ചിന്തയെ പൊളിക്കുന്നതാണ് ഈ പാട്ടുകൾ. അതുകൊണ്ട് തന്നെ ആ പാട്ടുകളിൽ ആ ദർശനം കാര്യമായിട്ടുണ്ട്. അർത്ഥത്തിലെടുത്ത ഒരു സത്യത്തിൽ ഒരു കൗണ്ടർ നറേഷനായത്. കൗണ്ടർ നറേഷൻ, അതായത് നമുക്കറിയാം, ഇപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ ഘടനകളും എല്ലാ പ്രതിഭാസങ്ങളും നിലനിൽക്കുന്നത് അതിന് നിലനിൽക്കാൻ ആവശ്യമായ ജ്ഞാനബോധ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ്. ഇപ്പോഴത്തെ ഒരു വികസന രീതി നിൽക്കുന്നത് വികസനത്തിന് അനുകൂലമായ ജ്ഞാനപരിസരത്തെ സൃഷ്ടിക്കും. എനിക്ക് തോന്നുന്നു ഭൂമി ഗീതങ്ങൾ ഈ ഒരു പാരിസ്ഥിതിക സൗഹൃദത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ജ്ഞാനപരിസരത്തെ സൃഷ്ടിക്കുന്നുണ്ട് എന്നെൻ്റെ വിചാരം. ശരിയാണ്. എനിക്കൊന്ന് സന്തോഷ് സാറിന് അതിനെക്കുറിച്ച് കുറച്ചും കൂടെ കാര്യമായി പറയാൻ കഴിയും. കാരണം ഞങ്ങളുടെ ഈ ഭൂമിഗീതങ്ങളുടെ ആദ്യം മുതൽ ഇതിനോടൊപ്പം ചേർന്ന് നേതൃത്വം നൽകിയ ആളാണ്. അതിൻ്റെ ഒരു രൂപപ്പെടലും ഒരു ദൈവശാസ്ത്രവും ഒക്കെ എനിക്കൊന്ന് ആ ഒരു ഗാനത്തിൻ്റെ ഒരു യുണീക്ക് നേച്ചർ എന്താണ്, അതെങ്ങനെയാണ് രൂപപ്പെട്ട്, അതിനകത്തൊരു ടീം വർക്ക് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്തത്, അത് ഒന്ന് സന്തോഷമാണെങ്കിൽ വെളിപ്പെടുത്തുന്നതല്ല. ഈ പുരുഷന്മാരും സ്ത്രീകളും യുവാക്കളും എല്ലാം കൂടെ ചേർന്ന്, എല്ലാവരും ചേർന്ന ഒരു പാരസ്പര്യമുള്ള ഒരു കൂട്ടായ്മയായിരിക്കണം ഈ പാട്ടുകൾ ഉണ്ടാക്കുന്നവർ എന്നുള്ള കാര്യം ബോധ്യം ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്മിത കൊച്ചമ്മ ഈ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വളരെ കഴിവുള്ള ഒരു സംഗീതജ്ഞയാണ്. അപ്പോൾ കൊച്ചമ്മയുടെ എക്സ്പീരിയൻസസ് ഇവിടെ പറയണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കളക്റ്റീവായിട്ടുള്ളൊരു റൈറ്റിംഗ് ആൻഡ് കമ്പോസിങ് ആണ് അവിടെ ചെയ്തത്. അത് ശരിക്കും അത് ഈ 8 പാട്ടുകൾ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളത് തന്നെ ഒരു അത്ഭുതമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഇതിനകത്തൊരു ഓതർഷിപ്പ് ഇല്ല. കാരണം എല്ലാവരും ചേർന്ന് ഏകദേശം 20ഓളം പേര് 2 ദിവസത്തെ വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത ആളുകൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് മനനം ചെയ്യുകയും ഒരുമിച്ച് ദിവസവും പഠിക്കുകയും അതിനുശേഷം നമ്മളെല്ലാവരും ചേർന്നാണ് ഇത് എഴുതിയത്. എല്ലാവരും ചേർന്നാണത് സംഗീതം ചെയ്യുകയും ചെയ്തത്. കൊച്ചമ്മയ്ക്ക് അതിനകത്ത് എന്തെങ്കിലും പറയാമോ ഒരു എക്സ്പീരിയൻസ്? എക്കോളജിക്കൽ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ ഒരു ഭൂമിഗീതത്തിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ ഇത്ര വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. കാരണം അവിടെ കടന്നു വന്നവരിൽ യുവാക്കളുണ്ടായിരുന്നു, യുവതികളുണ്ടായിരുന്നു, പ്രായമുള്ളവരുണ്ടായിരുന്നു, പാട്ട് എഴുതുന്നവരുണ്ടായിരുന്നു, ട്യൂൺ ചെയ്യുന്നവരുണ്ടായിരുന്നു,
ഇത് രണ്ടും ചെയ്യുന്നവരുണ്ട്, എന്നാൽ ആശയങ്ങൾ പറയുന്നവരുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആദ്യം വേദപുസ്തകം ധ്യാനിച്ചു, അതിനെക്കുറിച്ച് പഠിച്ചു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ഒരു ഗാനം എഴുതാനായിട്ട് ശ്രമിച്ചു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും നമുക്ക് വളരെ അനുഗ്രഹീതമായ ഒരു എക്സ്പീരിയൻസ്. കാരണം ഓരോ പാട്ടും അതിനുശേഷം വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് പല ഗ്രൂപ്പുകളായി അതിനുശേഷം പിന്നെയും ഒരുമിച്ച് കൂടി ഈ ചിന്തകളൊക്കെ വിശകലനം ചെയ്യുകയും പിന്നെ നമ്മൾ ആ ട്യൂണിങ്ങിലേക്ക് വരുമ്പോഴും അനുഗ്രഹീതമായ ട്യൂൺ വരുന്നു. അതിനനുസരിച്ചിട്ടുള്ള വാക്കുകൾ, ചില വരികളൊക്കെ നമ്മൾ വാക്കുകളൊക്കെ കൃത്യമായിട്ടാണ് അതിൻ്റെ ആ ഒരു പ്രോപ്പർ പ്ലേസിലോട്ട് വന്നത്. ഉദാഹരണം പറഞ്ഞാൽ പാടാൻ മറന്നുപോയി ഞങ്ങൾ എന്നുള്ള ആ ഒരു പാട്ടിൻ്റെ ഒരു വരിയാണ്, ഈ മണ്ണും ഭൂവിൻ്റെ സ്പന്ദനവും നിൻ ഗേഹമാണെന്ന സത്യം. അവിടെ ആദ്യം ഗേഹം എന്നുള്ള വാക്കല്ലായിരുന്നു, വേറൊരു വാക്കായിരുന്നു എഴുതിയത്. എന്നാൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാൾ പെട്ടെന്ന് ആ ഗേഹം എന്നുള്ള ആ ഒരു വാക്ക് നിർദ്ദേശിച്ചപ്പോൾ ആ ഒരു പാട്ടിന് വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മാറ്റമായിരുന്നു. അപ്പം അങ്ങനെ കളക്റ്റീവായിട്ട് ആയിരുന്നു നമ്മുടെ ഈ ഒരു സംരംഭം. അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം ആ പാട്ടുകൾക്കെല്ലാം അനുഭവവേദ്യമാകുന്നുണ്ട്. കാരണം ഓരോ പാട്ടും നമ്മുടെ ഈ ദിവസങ്ങളിൽ പാരിസ്ഥിതിക ന്യായത്തിൽ നമ്മുടെ മിക്കവാറും എല്ലാ പള്ളികളിലും പാടി എല്ലാവരും നല്ല അനുഭവങ്ങളാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ യുവനസഖ്യമായിട്ട് തന്നാനി എന്നുള്ള പാട്ട്, നാടൻ പാട്ട് പാടി. അപ്പോഴുള്ള അതിനകത്തെ വലിയ ആശയങ്ങൾ ആ പാട്ടിലൂടെ ആ യുവജനങ്ങൾക്ക് കുറെ കൂടി മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അത് തീർച്ചയായിട്ടും ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിന് അതിന് ഒത്തിരി നന്ദി. അല്ല, എനിക്ക് തോന്നുന്നു അതിനകത്ത് തന്നെ ഒരു പാരിസ്ഥിതിക ദർശനമുണ്ട്. അതെ, ഭൂമി എന്ന് പറയുന്നത് ഒത്തിരി ഒരു ഇൻ്റർ റിലേറ്റഡ് ആണ്, ഭയങ്കരമായിട്ട് പാരസ്പരികമാണ്, ഒന്നൊന്നിനെതിരല്ല. അപ്പം നിങ്ങളുടെ ആ ഗ്രൂപ്പിൻ്റെ ഒരു ഫങ്ഷനിങ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഭൂമിയുടെ ഒരു ഫിലോസഫിയെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാണ് അല്ലേ? നമ്മുടെ എല്ലാം എന്റേതെന്ന് പറയാനായിട്ട് അങ്ങനെയുള്ള ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയിലാണ് ഈ ഒരു വ്യക്തിയില്ല, ഗ്രൂപ്പേ ഉള്ളൂ. ഞങ്ങളുടെ ഈ പാട്ടുകളുടെ എല്ലാം ഉടമകൾ ആരാന്ന് ചോദിച്ചാൽ ആ കൂട്ടമാണ്. അതിന്റെ ഒരു വലിയൊരു മെസ്സേജാണ്. അതുപോലെ തന്നെ നമ്മൾ മ്യൂസിക് പ്രൊഡക്ഷനും അതുപോലെ സാധാരണ ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയ ഒരു സംഭവമാണ്. പക്ഷേ ഇതിനകത്ത് മ്യൂസിക്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കമ്പോസ് ചെയ്തതെല്ലാം വോളണ്ടറി ആയിട്ടാണ്. അതുപോലെ തന്നെ പാട്ട് പാടിയവരെല്ലാം ഗായക സംഘങ്ങളായിട്ട് വന്നവരെല്ലാം വോളണ്ടറി ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് ഇതിൻ്റെ എല്ലാ അർത്ഥത്തിലും അതൊരു ജനകീയമായിട്ടും ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു, ഒത്തിരി ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, അതിനകത്ത് ഞാനത് പല പാട്ടുകൾ നോക്കിയതിനകത്ത് ഒത്തിരി തിയോളജിക്കൽ ഇൻസൈറ്റ്സ് ഒത്തിരി ഉണ്ട്. മനസ്സിലായല്ലേ? തിയോളജിക്കൽ ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വേദപുസ്തകത്തിൽ നമ്മൾ സാധാരണ വായിച്ചു പോകുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരാത്ത കാര്യം. ഇപ്പോൾ തന്നെ മോശ നിങ്ങളുടെ ഒരു രണ്ടാമത്തെ പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ചെരുപ്പ് മാറി ഭൂമിയുടെ സ്പർശനം ഏക്കുന്നു എന്നുള്ളത് അല്ലേ? അത് ഭയങ്കര തിയോളജിക്കലി സൗണ്ട് ആയിട്ടുള്ളൊരു പാട്ടായിട്ട്. നമ്മുടെ പാട്ടുകളെല്ലാം 8 പാട്ടുകളും നമ്മളൊന്ന് അത് കൃത്യമായിട്ടൊന്ന് വിലയിരുത്തിയാൽ അതിൻ്റെ ഒരു ദൈവശാസ്ത്രം വളരെ ഒന്ന് വിശദീകരിക്കുന്നല്ല. 8 പാട്ടുകളാണ് നമ്മൾ ചെയ്തത്. അതിൽ 2 പാട്ടുകൾ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നതാണ്. ആദ്യത്തെ 2 പാട്ടുകൾ, ഒന്ന് സൃഷ്ടിതൻ ഉറവിടമായ നാഥ, അത് ആലപിച്ച് നമ്മുടെ അച്ഛന്മാരുടെ ഗായക സംഘമാണ്. രണ്ടാമത്തേത് ഭൂമിയും വാനവും വാഴ്ത്തുന്ന ദൈവമേ, സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഈ പ്രകൃതി എങ്ങനെയാണ്, ഈ ഭൂമി എങ്ങനെയാണ് ദൈവത്തെ വാഴ്ത്തുന്നത് എന്ന് പറയുന്ന 2 ഗാനങ്ങൾ. ആദ്യത്തെ 2 അതിനെ ഒരു ദൈവശാസ്ത്രപരമായി പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഒരു മഹത്വം, ആ സൃഷ്ടി സ്തുതിക്കുന്ന ദൈവം, ആ സൃഷ്ടിയിൽ ഇന്നും മനുഷ്യന് മനസ്സിലാവാത്ത അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കുന്നു, പകലിന് വാക്കുപൊഴിക്കുന്നു എന്നുപോലെയുള്ള വരികൾ അത്രയ്ക്കും നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. അത് സൃഷ്ടിയുടെ ആ ഒരു ദർശനം കഴിഞ്ഞാൽ പിന്നെ ഈ സൃഷ്ടിക്ക് എന്താ സംഭവിച്ചത്, അതാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അവിടെയും ഉണ്ട് ഒരു 2 പാട്ടുകൾ, അതിനെക്കുറിച്ച് പറയുന്ന 2 പാട്ടുകൾ. അതിൽ ഒന്ന് നാടൻ പാട്ടിൻ്റെ ഈണത്തിലുള്ള തന്നാനെ താനേ എന്നുള്ള പാട്ടാണ്. വെള്ളം കുടിച്ചിടാനായി നാടു കേടുന്നേ,
ഊറ്റുവെള്ളം കുടിച്ചിടാനായി നാടുകേടുന്നേ. പക്ഷെ എനിക്ക് തോന്നുന്നു എക്കോളജിക്കൽ കമ്മീഷൻ അംഗമായ ജീന ജേക്കബിന് ഈ നമ്മുടെ ഒരു പ്രതിസന്ധിയെ, നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ചൊന്ന് പറയുന്നത് നല്ലതായിരിക്കും. അച്ഛൻ പറഞ്ഞതുപോലെ ദൈവം വളരെ മനോഹരമായിട്ട് സൃഷ്ടി ഉണ്ടാക്കി, ഭൂമിയെ മനോഹരമായിട്ട് ഉണ്ടാക്കിയെങ്കിലും മനുഷ്യൻ്റെ ആർത്തി മൂലം ആ ഭൂമിയുടെ ആ താളങ്ങളെല്ലാം പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യന്, ജീവജാലങ്ങൾ, പക്ഷികൾ, സസ്യങ്ങളെ മൊത്തം ചേർന്നതാണ് പ്രകൃതി എന്ന് പറയുന്നത്. ആ താളങ്ങൾ അവർ എല്ലാം ഒരു സമന്വയ താളത്തിലാണ് അവർ വസിച്ചുകൊണ്ടിരുന്നത്. മനുഷ്യൻ്റെ ആർത്തി വന്നു കഴിഞ്ഞപ്പോൾ, വികസനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം നശിപ്പിച്ച് കളഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം വന്നത്. നമുക്കറിയാം, ഇത് പെട്രോൾ മുതലായ വാഹനങ്ങളിൽ നിന്നുള്ള പെട്രോൾ മുതലായ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ധാരാളം, ഏകദേശം കണക്കുകൾ പറയുന്നത് 1500 ടൺ കാർബൺ ഡൈ ഓക്സൈഡാണ് പ്രകൃതിയിലേക്ക് ബഹിർഗമിച്ചുകൊണ്ടിരിക്കുന്നത് വർഷം. 1500 ടൺ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻഡസ്ട്രീസ് മൂലവും ഒക്കെ ആയിട്ട്, മനുഷ്യൻ്റെ വികസന പ്രവർത്തനങ്ങൾ മൂലം ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ പ്രകൃതി ഒരു പരിധിവരെ മാത്രമേ അതിനെ വലിച്ചെടുക്കുന്നുള്ളൂ. സസ്യങ്ങളാണ് ഇവയെ വലിച്ചെടുക്കുന്ന, മരങ്ങൾ, വൃക്ഷങ്ങൾ. നമ്മൾ വനം നശിപ്പിക്കുന്നത് മൂലം, മരങ്ങൾ നശിപ്പിക്കുന്നത് മൂലം ഈ രൂപാന്തരപ്പെടുത്തുന്ന ആ പ്രക്രിയ പ്രകൃതിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പ്രകൃതി നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് പ്രകൃതിക്ക് വന്ന ആ നഷ്ടം കാരണം കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ വളരെ കൂടുകയും അത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നത് മൂലം ആഗോള താപനം ഉണ്ടാവുകയും ചെയ്തു. ചൂട്, ഈ കാർബൺ ഡൈ ഓക്സൈഡ് നിൽക്കുന്നത് കൊണ്ടാണ് ഈ ചൂട് കൂടുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൽ. അങ്ങനെ ഈ ചൂട് കൂടുന്നത് കൊണ്ടാണ് പ്രകൃതി തിരിച്ചടിക്കാൻ തുടങ്ങിയത്. പ്രകൃതി തിരിച്ചടിക്കുന്നത് അമ്ലമഴ, അതുപോലെ ഭൂകമ്പം, ഉരുൾപൊട്ടൽ, പ്രകൃതിക്ക് നിൽക്കാൻ നിലനിൽപ്പില്ലാതെ വന്നു. അത് കാരണമാണ് നമ്മുടെ ഭൂമി ഇത്രത്തോളം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വന്ന്, കാലാവസ്ഥ സമയം തെറ്റി മഴ പെയ്യുക, സമയം തെറ്റി ഉഷ്ണം ഉണ്ടാവുക, ഇങ്ങനെ പല പല കാര്യങ്ങളും നമുക്കുണ്ടായിക്കൊണ്ട്. അപ്പം നമുക്ക് പ്രതിസന്ധികൾ ഈ പാട്ടിൽ വളരെ വ്യക്തമായി നമ്മൾ പറയുന്നുണ്ട്. 2 പാട്ടുകളാണ് അതിനകത്തുള്ളത്, തന്നാനെ താനെ എന്നുള്ളതും ഭൂമിയിൽ നിലവിളി കേൾക്കുന്നു. ഈ 2 പാട്ടുകൾ ഈ ഒരു പ്രതിസന്ധിയെ ഈ ലോകത്തോട് പറയുകയാണ്. നമ്മൾ അതിനകത്ത് ഈ കാലാവസ്ഥ നീതി, എനിക്കൊന്ന് സന്തോഷ് സാർ അതിനെക്കുറിച്ചൊന്ന്. ഈ നമ്മൾ സാധാരണ കാലാവസ്ഥ നീതിയെക്കുറിച്ച്, അല്ല, കാലാവസ്ഥ ഗാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ സാധാരണ കൂടുതലായിട്ട് നമ്മളൊരു എത്തിക്കൽ ലിവിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെ എത്തിക്കൽ റെസ്പോൺസിബിൾ ലിവിങ്, അതാണ് നമ്മുടെ ഒരു സൊല്യൂഷനായിട്ട് പറയുന്നത്. പക്ഷേ കാലാവസ്ഥാ നീതി എന്നുള്ള ഇപ്പം കൊച്ചുമ്മ പറഞ്ഞതുപോലെ ഈ മനുഷ്യൻ്റെ പ്രവർത്തനം മൂലം ഇന്ന് പ്രകൃതിയിലുണ്ടായിരിക്കുന്ന ഈ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ വലിയൊരു ദുരന്ത അവസ്ഥയെ നമ്മൾ കാണുന്നത്, അതിനകത്ത് വലിയൊരു കൂട്ടം ജനങ്ങൾ ഇന്ന് കാലാവസ്ഥ അഭയാർത്ഥികളായി മാറുന്നത് ഇന്നത്തെ ഒരു കാലത്തിൻ്റെ നേർക്കാഴ്ചയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനെ അങ്ങനെ അഭയാർത്ഥികളായി തീരുന്ന, അല്ലെ അതിൻ്റെ ആക്കപ്പെടുന്നതായിട്ടുള്ള ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുഖമായി ഇനി തീരേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെയും നമ്മളുടെ ചുറ്റുപാടിൻ്റെയും ഒക്കെ ഒരു സംരക്ഷണത്തിലൂടെ നമുക്ക് ഈ ഒരു ആഗോളതാപനത്തെയും അല്ലെങ്കിൽ നമ്മളുടെ കാലാവസ്ഥ വ്യതിയാനത്തെയും നമുക്ക് കൈകാര്യം ചെയ്യാം എന്ന് വിചാരിക്കുന്നതിനകത്തൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ നമ്മൾ തിരിച്ചറിയുകയും, അതുകൊണ്ട് തന്നെ നമ്മൾ തന്നാനെ താനെന്നുള്ള പാട്ടിനകത്ത് എങ്ങനെയാണ് ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെ ആളുകൾ അഭയാർത്ഥികളായി മാറുന്നതും അത് നമ്മളെ ജീവിതത്തിൽ എങ്ങനെയാണ് അത് മനുഷ്യൻ ജീവിതം അസാധ്യമാകുന്നൊരവസ്ഥയിലേക്ക് ജനങ്ങൾ തള്ളപ്പെടുന്നതെന്നും വ്യക്തമായിട്ട് ആ പാട്ട് വരച്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമി നിലവിളിയിൽ ആ പാട്ടിനകത്ത് നമ്മൾ പറയുന്നുണ്ട്, കർത്താവ് അഭയാർത്ഥിയാണ്. നമ്മുടെ കർത്താവ് അഭയാർത്ഥിയായിട്ട് തൻ്റെ കൂടാരവാസിയായ ദൈവവും അഭയാർത്ഥിയായ ക്രിസ്തു. അപ്പം ഒരു വിശ്വാസത്തിൻ്റെ മുഖം അവിടെ നമ്മൾ കാണണം. ഈ ഇരകളാക്കപ്പെടുന്ന ആളുകളോടൊപ്പം നിൽക്കാനുള്ള ഒരു വിശ്വാസ സ്ഥിരത അല്ലെങ്കിൽ വിശ്വാസ ബോധ്യം നമ്മൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അല്ല, അതിനകത്ത് നമുക്കൊരു പുതിയ ദൈവദർശനവും തരുന്നുണ്ട്. ഇപ്പം അഭയാർത്ഥിയായ ക്രിസ്തു, കൂടാരവാസിയായ ദൈവം, നമ്മൾ ദൈവത്തെയും ക്രിസ്തുവിനെയൊക്കെ ഒത്തിരി നമ്മൾ അകറ്റി നിർത്തിയ പലപ്പോഴും ഒരു ട്രാൻസെൻഡിങ് എൻറ്റിറ്റി ആയിട്ടാണ് കാണുന്നത്. ഇത് ഈ വേദനയിൽ പങ്കുചേരുന്ന, നമ്മുടെ ക്രൂശ് വഹിക്കുന്ന, ക്രൂസിഫൈഡ് ആയിരിക്കുന്ന ദൈവ ചിത്രം. അപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുകയല്ല, ഈ നമ്മുടെ ദുഃഖങ്ങളിൽ, വേദനകളിൽ നിരന്തരമായി എന്ത് ചെയ്യുന്നു, പങ്കുചേരുന്നു എന്നുള്ളൊരു പുതിയ ദൈവദർശനവും എനിക്ക് ആ പാട്ടിനകത്ത്
കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാലുള്ള ഉള്ളത് ഒരു അനുതാപമാണ്. നമ്മൾ അനുതപിക്കേണ്ട സമയമാണിപ്പോൾ. കാരണം നമ്മളെന്ന് പറയുമ്പോൾ ഇത് ഒരു കളക്റ്റീവാണിത്. ഞാൻ എന്തോ പാപം ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ആസ് എ ഹ്യൂമൻ സൊസൈറ്റി വി ഡിസ്ട്രോയിഡ് ദിസ് എർത്ത് എന്ന് പറയുന്ന ഒരു വളരെ സംഘടിതമായ ഒരു അനുതാപത്തിലേക്ക് നമ്മൾ വരണം. അവിടെയാണ് പാടാൻ ഞങ്ങൾ മറന്നുപോയി, പറയാൻ ഞങ്ങൾ മറന്നുപോയി എന്നുള്ള പാട്ടിൻ്റെ ഒരു പ്രസക്തി. അത് കുറച്ചും കൂടെ വിശദമായി സ്മിത കൊച്ചമ്മയ്ക്ക് പറയാമായിരിക്കും അതിനെക്കുറിച്ച്. പാടാൻ മറന്നുപോയി, ഞങ്ങൾ പറയാൻ മറന്നുപോയി എന്നും വന്ന ആ ഗാനമാണ് ഈ നമ്മൾ പരിസ്ഥിതി ഞായറിൽ ആലപിച്ചത്. അത് പാടിയതിന് ശേഷം ഒത്തിരി പേര് പറഞ്ഞു, ആ ഓരോ പ്രാവശ്യം പാടുമ്പോഴാണ് നമ്മൾ ചെയ്ത ആ ഒരു കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ബോധ്യമാകുന്നത്. പുഴകൾ മലിനമാക്കി. അതെ അതെ അതെ, അതിനകത്ത് വളരെ ഭംഗിയായിട്ട് ആ വരികളിലെല്ലാം പറയുന്നുണ്ട്. പുഴകൾ മലിനമായി മാറ്റി, വിഭവങ്ങളെല്ലാം കവർന്നെടുത്തു, മാമോന്റെ മേശകളിൽ ഒത്തുകൂടി. അതെ അതെ അതെ, അങ്ങനെ നമ്മൾ ചെയ്ത ആ ഒരു പരിസ്ഥിതിയോട് നമ്മൾ ചെയ്ത പല കാര്യങ്ങളെയും വളരെ വ്യക്തമാക്കി ആ പാട്ടിലൂടെ പറയുന്നുണ്ട്. അത് നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. അനുഗ്രഹീതമായ ഒരു ഗാനം അവിടെ പിറവിയെടുക്കുകയായിരുന്നു. അല്ല, എനിക്ക് ആ പാട്ട് ഞാൻ വെച്ച് കേട്ടപ്പോൾ എനിക്ക് തോന്നിയേ, ഞാനിപ്പോൾ ഈ സോഷ്യൽ അനാലിസിസ് ഒക്കെ പഠിപ്പിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഈ ഹെറി ഹോബ്സം ഒരു അമേരിക്കൻ ചരിത്രകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദി 20th സെഞ്ച്വറി എന്നൊരു പുസ്തകമുണ്ട്. അതൊരു വലിയ ബൾക്കി പുസ്തകം. അതിൻ്റെ ഏറ്റവും അവസാന പാരഗ്രാഫിൽ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഇന്ന് നമ്മൾ തുടരുന്ന ഈ പുരോഗതിയുടെ പാതയിലാണ് ലോകം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ സർവനാശത്തിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത് പോകുന്നത് എന്നുള്ളതാണ്. ഇന്ന് ആ വലിയൊരു വിഷനെ ഈ പാട്ടിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. മനസ്സിലായത്? മണ്ണിന്റെ മണവും വിയർപ്പിന്റെ അധ്വാനവും ഉൾവിളിയായില്ല നാഥ. എങ്ങനെയാണത് പാട്ട് അവസാനിക്കുന്നത്? എനിക്ക് അനുതാപത്തിന്റെ വലിയ ഒരു വലിയ അനുതാപത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ആ ഒരു പാട്ട്. അവിടെ നിന്നും നമ്മൾ പോകുന്നത് ഒരു ദൗത്യത്തിലേക്കാണ്. ആ പാട്ടിൻ്റെ അടുത്ത 2 പാട്ടുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളെ ദൗത്യത്തിലേക്ക് കൊണ്ടുപോകണം. അവിടെയാണ് ഈ ഒരു മരുവിനപ്പുറം അടുത്ത് ഞാൻ കാണട്ടെ എന്ന് പറയുന്ന പാട്ട്. അത് മോശയുടെ ദർശനത്തിൻ്റെ ഒരു പരിസ്ഥിതി വായനയാണ്. മോശയുടെ ദർശനം ഭൂമിയിൽ നിന്നാണ്. അത് ആ ടെക്സ്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് നന്നായി മനസ്സിലാവും. ദൈവത്തിൻ്റെ ശബ്ദം പോലും കേൾക്കുന്നത് മുൾപ്പടർപ്പിൻ്റെ ഉള്ളിൽ നിന്നാണ്. അതാ പാട്ടുകളിലുണ്ടത്. അപ്പോൾ ആ കാഴ്ചയിലേക്കാണ് നമ്മൾ ഇനി പോവേണ്ടത്. നമ്മൾ കാണാതെ ഒത്തിരി കാര്യങ്ങൾ ചുറ്റുപാട് നടക്കുന്നു. മോശ കണ്ടതുപോലെ നമുക്ക് കാണാം. അവിടെ നിന്നാണ് അടുത്ത പാട്ട് ദിവ്യം നിൻ സാന്നിധ്യം എന്നുള്ളത്. പോക നാം പുറപ്പെടാം, ഇനി താഴ്വാരങ്ങളിലാണ് നമ്മുടെ ശുശ്രൂഷ. അതൊരു വലിയ ദൗത്യത്തിനായിട്ട് നമ്മെ ഒരുക്കുന്ന 2 പാട്ടുകളാണ്. ഈ മറുരൂപ മലയുടെ അനുഭവം എന്ന് പറയുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ നമ്മൾ സാധാരണ നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു വലിയ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് പറയുന്നത്, ക്രിസ്തു പറയുന്നത് നമുക്ക് താഴ്വാരങ്ങളിലേക്ക് പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ താഴ്വാരങ്ങളിലെ ഭൂമിയുടെ നിലവിളി കേൾക്കുന്നതിനും അവിടെ ഇരകളാക്കപ്പെട്ടവരോടൊപ്പം നിൽക്കുന്നതിനും വേണ്ടി നമുക്ക് പോകാം എന്ന് പറയുന്ന ഒരു ആഹ്വാനമാണ് ആ പാട്ടിൽ. പ്രകൃതിയിലേക്ക് മടങ്ങാം, പ്രകൃതിയെ സ്നേഹിക്കാം, പ്രകൃതിയിലേക്ക് മടങ്ങാം, പോക നാം പുറപ്പെടാം, അവിടെയാണ് ഇവിടെ നാം കേൾക്കുന്നു പുതിയ ഭൂമിയുടെ എന്ന് പറയുന്ന ഒരു ദൗത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ആ പാട്ടിൻ്റെ ഒരു സത്ത എന്ന് പറയുന്നത്. അവിടെ അച്ഛൻ പറഞ്ഞ പോലെ താഴ്വാരങ്ങളിൽ കൂടാരവാസിയും അവിടെ നിന്നാണ് അതിൻ്റെ 8ാമത്തെ പാട്ട് നുറുങ്ങിയതാം അപ്പം എന്നുള്ളത്. നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ഒരു പരിസ്ഥിതി വായനയിലേക്കാണ് പോകുന്നത്. ഫലങ്ങളല്ലോ ഒന്നായി നാം പങ്കിടുമ്പോ ഭൂമിயின் മുറിപ്പാടിൻ സ്മരണകളുണർത്തുന്നു. അത് വളരെ മനോഹരമായ ഒരു പാട്ടാണ്. അത് ഒരുപക്ഷെ ഒരു സമർപ്പണത്തിന് നമ്മെ നയിക്കുന്ന ഒരു പാട്ടാണ്. നുറുങ്ങിയ അപ്പവും ചൊരിഞ്ഞ രക്തവും
ഈ ഭൂമിയുടെ ദാനങ്ങളാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അല്ല, ഭൂമിയുടെ മുറിപ്പാടിനെ ഓർപ്പിക്കുന്നതാണ്. ആ ഓർപ്പിക്കുന്ന ദാനങ്ങളാണിത്. അത് നമ്മൾ കഴിക്കുമ്പോഴും ഈ ഭൂമിയുടെ മുറിപ്പാടിനെ നമ്മൾ മറക്കുന്നെങ്കിൽ ഈ അതിൻ്റെ അർത്ഥം നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശം നൽകുന്നുണ്ട്. അതുകൂടാതെ ഒരുമയുടെ ആഘോഷമാണിത് എന്ന് പറയുന്ന സന്ദേശം, ഇത് ഒരു വലിയ സന്ദേശം. പിന്നെ നമ്മൾ ഒരു വലിയ ദർശനത്തിലേക്കാണ് പോകുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള ഒരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതിന് വേണ്ടിയുള്ള, അതാണ് ഈ കുർബാന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ കുർബാന അർപ്പണമാണല്ലോ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഊന്നിക്കൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി ജീവിതം കൊടുക്കാനായിട്ടുള്ള സമർപ്പണം. എനിക്കൊന്നും എനിക്ക് നിങ്ങളുടെ ആ ഒരു ഓർഡറിങ് നല്ല ഭംഗിയായിരിക്കുന്നു. അതുകൊണ്ട് എൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു കുർബാനയുടെ ഇതിലത്. കുർബാന എന്ന് പറയുമ്പം നമ്മൾ പറയുന്നൊരു റിച്വൽ ഒരു എക്സ്പ്ലനേഷൻ അല്ല. അത് കുറച്ചുകൂടെ ഈ സകല സൃഷ്ടിയും ദൈവപുത്രന്മാരുടെ വരവിനായി ഈറ്റുനോവോടെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ വിടുതലിനായി ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിക്കുമായിട്ട് സർവ്വ മാനവരാശിയും ഈറ്റുനോവോടുകൂടെ പ്രസവവേദനയോടുകൂടെ കാത്തിരിക്കുന്നു. അത് ക്രിസ്തുവിൽ അതിൻ്റെ ഒരു ആദ്യതലം ഞങ്ങൾ ദർശിച്ചു. അതിനായി തുറന്ന് പോരാടുക, മുന്നോട്ട് പോവുക എന്നുള്ള വളരെ അതിനൊരു നമ്മളിങ്ങനെ കുറച്ചുകൂടെ മാക്രോ ലെവലിൽ ചിന്തിച്ച് അതിനെ ഒരു വളരെ മൈക്രോ ലെവലിൽ കൊണ്ടുവന്ന് നമ്മളതിനെ കൊണ്ടുപോകുന്ന നല്ലൊരു ദർശനമായിട്ടാണ് ആ ഒരു ഭാഗം സമാപിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ചർച്ച നമുക്ക് ഒത്തിരി ജ്ഞാനത്തെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെപ്പോഴും പുതിയ ജ്ഞാനബോധ്യങ്ങളെ ലോകത്തിന് കൊടുത്തുകൊണ്ടിരിക്കണം. ലോകം ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ വികസന കാഴ്ചപ്പാട്, പുരോഗതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അപ്പോൾ അതൊക്കെ വലിയൊരു ജ്ഞാനബോധ്യത്തെ മനുഷ്യരുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനും ബദൽ ജ്ഞാനത്തെ ഉൽപ്പാദിപ്പിക്കാനും നമുക്ക് എന്ത് ചെയ്യണം സാധിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭൂമി ഗീതങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറയുന്നത് ഒത്തിരി ബദൽ ജ്ഞാനത്തെ എന്ത് ചെയ്യുന്നു, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം, ഇന്നത്തെ പാരിസ്ഥിതിക തകർച്ചകൾ, അതുമൂലം സന്തോഷ് പറഞ്ഞ പോലെ അഭയാർത്ഥികളായിത്തീരുന്ന ഒത്തിരി ആൾക്കാർ, വേദനയിലൂടെ കഴിഞ്ഞു പോകുന്ന ആൾക്കാർ, അപ്പോൾ അവർക്കൊക്കെ ഒരു മോചനം സാധ്യമാണ്. അപ്പോൾ സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തു പോകുക എന്നുള്ളതല്ല, ഇന്നത്തെ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് തുലനം ചെയ്തു പോകുക എന്നുള്ളതല്ല, അതിന് അപ്പുറത്തേക്ക് പോകാനും ഒരു പുതിയ സമൂഹത്തെ സ്വപ്നം കാണാനും നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. അതുകൊണ്ട് ഈ എക്കോളജിക്കൽ കമ്മീഷൻ ചെയ്ത ഏറ്റവും വലിയൊരു സംഭാവനയാണ് അത്. ഈ ഒരു പുതിയ തലമുറയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു. എക്കോളജിക്കൽ കമ്മീഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും ഈ സമയത്ത് നേരുന്നു.